സനിസ ശോഭാചന്ദ്രൻ തുടരുന്നുണ്ട്. സനിസ, ഒരു അപകടത്തിന് പിന്നാലെ ഇത്തരത്തിലുള്ള പരസ്പരം പഴിചാരലുകൾ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. അതുതന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇപ്പോൾ ഈ സ്വകാര്യ വ്യക്തിക്കെതിരെയാണല്ലോ എല്ലാവരും സംസാരിക്കുന്നത്. അതെ അമൃത, അബൂ ഷഹ്മാൻ എന്ന് പറയുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരച്ചില വീണാണ് ഇത്തരത്തിൽ പോസ്റ്റ് നിലത്തേക്ക് പതിച്ചത്. ആദ്യത്തെ പ്രതികരണം നമുക്ക് വാർഡ് മെമ്പറും വൈസ് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള വ്യക്തിയുടേതായിരുന്നു ലഭിച്ചത്. വാർഡ് മെമ്പർ പറയുകയുണ്ടായത് ഇയാൾക്ക്, ഈ സ്വകാര്യ വ്യക്തിക്ക് അബൂ ഷഹ്മാന് നിർദ്ദേശം നൽകിയിരുന്നു. ഇത്തരത്തിൽ മരച്ചില ഉണങ്ങിക്കിടക്കുന്നുണ്ട്, അത് മുറിച്ചു മാറ്റാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ വ്യക്തി അബൂ ഷഹ്മാൻ സഹകരിച്ചില്ലെന്നായിരുന്നു വാർഡ് മെമ്പറുടെ ഒരു ആരോപണം. പക്ഷേ തുടർന്ന് പാലക്കാട് വൈദ്യുത മന്ത്രിയും പ്രതികരിക്കുകയുണ്ടായി. ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തി സഹകരിക്കാത്ത പക്ഷം എങ്ങനെയാണ് KSEBയെ കുറ്റപ്പെടുത്താൻ പറ്റുക, KSEBക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു മന്ത്രിയുടേത്. പക്ഷേ ഇതിനെയൊക്കെ തള്ളുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ്, വളരെ വൈകാരികമായ ഒരു പ്രതികരണമായിരുന്നു ഈ പറമ്പിന്റെ ഉടമയായ അബൂ ഷഹ്മാൻ നടത്തിയത്. തന്നെ ഈ മരം മുറിക്കാനോ അല്ലെങ്കിൽ മരച്ചില്ല ഈ അപകടകരമായിട്ടുള്ള രീതിയിൽ റോഡിലേക്കുണ്ടെന്നോ ആരും തന്നെ പഞ്ചായത്തോ ഒരു അധികൃതരും അറിയിച്ചില്ലെന്നാണ് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായത്. ആരും തന്നെ ഇത് അറിയിക്കാതെ താൻ സഹകരിച്ചില്ലെന്ന് എങ്ങനെയാണ് പറയുക എന്ന് അയാൾ വളരെ വൈകാരികമായി ചോദിക്കുകയുണ്ടായി. ഇനിയും അവിടെ മുറിച്ചു മാറ്റാനും അപകടകരമായ രീതിയിലുള്ള മരച്ചില്ലകൾ ഉണ്ടായിരുന്നു, അത് ഉടനെ മുറിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം അവിടെ വെച്ച് തന്നെ പറയുകയായിരുന്നു. അപ്പോൾ പരസ്പരം ഒരു പഴിചാരലാണ്. ഈ പഞ്ചായത്ത് അംഗം ഈ സ്വകാര്യ വ്യക്തിയെ, ഈ പറമ്പുടമയെ പഴിചാരുമ്പോൾ KSEBക്ക് ഒരു വീഴ്ചയും സംഭവിച്ചില്ലെന്ന് മന്ത്രിയും പറയുന്നു. അതുപോലെ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് വാമനപുരം MLA DK മുരളി എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് KSEBക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടത്തുമെന്നാണ്. ഇത്തരം അപകടങ്ങൾ ഇനി ഇല്ലാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ പോസ്റ്റിന് ബലക്ഷയമുണ്ടെന്ന് ആദ്യം അദ്ദേഹം ബലക്ഷയമുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയുണ്ടായി. പക്ഷേ മാധ്യമപ്രവർത്തകർ അത് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ, ബലക്ഷയമുണ്ടെന്ന് അദ്ദേഹം അപ്പോൾ തന്നെ സമ്മതിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാരലുകൾ നടക്കുമ്പോൾ പോലും ഇത്തരം അപകടങ്ങൾ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് അകം തന്നെ 2 അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോഴും ഇനി ഇത്തരം അപകടങ്ങൾ ഇല്ലാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും, റിപ്പോർട്ടുകൾ വരുമ്പോൾ വിശദമായ നടപടികൾ സ്വീകരിക്കും എന്ന തരത്തിലുള്ള ഒരേ ഒരു പ്രതികരണത്തിൽ മാത്രം ഇത്തരം വിഷയങ്ങൾ ഒതുങ്ങിപ്പോവുകയാണ്. പക്ഷേ സിസ്റ്റമാറ്റിക്കലി ഇതിലൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് തുടരെ ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞു വെക്കാം. അമൃത, ഇപ്പോഴും അവിടെ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഇപ്പോഴും അപകടകരമായിട്ട് ഒട്ടനവധി മരച്ചില്ലകളുണ്ട്. അത് മുറിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇത്തരം ഒരു അപകടം നടക്കേണ്ടി വന്നു, അത്തരം ഒരു നടപടി സ്വീകരിക്കാൻ എന്നതും പ്രസക്തമായ ഒരു കാര്യമാണ് അമൃത. ശരി, അതുതന്നെയാണ് നമ്മൾ സ്ഥിരമായി കാണുന്ന കാര്യം. ഒരു അപകടത്തിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അത് മാറ്റുന്നതും ചെയ്യുന്നതും ഒക്കെ. പക്ഷെ അതെല്ലാം നമുക്ക് വേണ്ടത്